ഒപ്പം SFIയുടെ പ്രതിഷേധം തുടരുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ ഉയർത്തിയ ബാനർ അഴിച്ചുമാറ്റിയാൽ പുതിയത് കെട്ടുമെന്ന് SFI. ഗവർണറെ മോശമായി പരാമർശിക്കുന്ന ബാനർ അഴിച്ചുമാറ്റാൻ വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. സംസ്ഥാന വ്യാപകമായി ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് കേരള സർവകലാശാല ആസ്ഥാനത്തും ബാനർ ഉയർന്നത്. BV വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, SFI ഒട്ടും പുറകോട്ടില്ല, അവർ ശക്തമായ പ്രതിഷേധം തുടരും. ഗവർണർ ഇന്നലെ നമുക്കറിയാം ഡെന്റൽ കോളേജിലൊക്കെ വന്നപ്പോൾ ഒരു ചെറിയ പ്രതിഷേധം, ബാനർ ഉയർത്തിയുള്ള പ്രതിഷേധത്തിൽ നിന്നിരുന്നു കാര്യങ്ങൾ. കൂടുതൽ പ്രതീക്ഷിക്കണോ? എന്താണ് അവരുടെ തീരുമാനം? പ്രതിഷേധ പരിപാടികളുമായി SFI മുന്നോട്ട് പോകുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം ഈ സെനറ്റിലേക്കുള്ള കേരള സർവകലാശാല സെനറ്റിലേക്ക് ഉൾപ്പെടെ പ്രതിനിധികളെ അയച്ചത് അത് സർക്കാർ നൽകുന്ന പട്ടിക ഗവർണർ അപ്പാടെ തള്ളിക്കളയുന്നു. മാത്രവുമല്ല, ഗവർണർ സ്വന്തം നിലയ്ക്ക് അവിടെ നിയമനങ്ങൾ നടത്തുന്നു. ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു സംഗതി തന്നെയാണ്. കാരണം ചാൻസലറാണ്, അദ്ദേഹത്തിൻ്റെതായ അധികാരങ്ങളുണ്ട്. പക്ഷേ ഈ സെനറ്റിലേക്കൊക്കെയും നിയമനം നടത്തുന്നത്, VC-മാരുടെ നിയമനമൊക്കെയും ഇതുവരെയും അതത് സർക്കാരുകളുടെ കാലത്ത് ആ സർക്കാരുകൾ ചെയ്യുന്ന കാര്യമാണ്. അവിടേക്കാണ് ഗവർണർ ഇങ്ങനെ ഒരു നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ അദ്ദേഹം അതിന് വിശദീകരണം നൽകിയത് പോലും പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലാണ്. കാരണം താൻ ആരോടും വിശദീകരിക്കേണ്ടതില്ല, രാഷ്ട്രപതിക്ക് താൻ മറുപടി നൽകിയാൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും അതിൽ എതിർപ്പുണ്ടാകും. കാരണം ഈ കാവ്യവൽക്കരണം എന്ന വലിയ ആരോപണമാണ് SFIയും CPM-ഉം ഉന്നയിക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പാഠ്യപദ്ധതികളാകട്ടെ, സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കാര്യങ്ങളിലാകട്ടെ, അതിലേക്ക് കാവ്യവൽക്കരണം കൊണ്ടുവരുന്നുവെന്ന ഗുരുതരമായ ഒരു ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ നിയമനം നടക്കുമ്പോൾ അതിനെ എതിർക്കുകയാണ്. മന്ത്രി V. ശിവൻകുട്ടി തന്നെ പല കുറി പറഞ്ഞിട്ടുണ്ട്, ഒരുപക്ഷെ കേന്ദ്രം ഒഴിവാക്കുന്ന പാഠഭാഗങ്ങൾ അത് ഇതുവരെ പഠിപ്പിച്ചിരുന്നതാണെങ്കിൽ, ചരിത്ര വസ്തുതകളാണെങ്കിൽ അത് പഠിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് മന്ത്രി V. ശിവൻകുട്ടി തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളതാണ്. ഏതായിരുന്നാലും അതിൻ്റെ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയും SFI വലിയ ശക്തിയോടുകൂടി ഗവർണർക്കെതിരെയുള്ള സമരപരിപാടിയുമായി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഡെന്റൽ കോളേജിൽ അദ്ദേഹം ചികിത്സയ്ക്ക് പോയപ്പോൾ അതൊരു ചികിത്സ ആവശ്യമായതുകൊണ്ട് തന്നെ അവിടെ കാര്യമായ പ്രതിഷേധമോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോടുള്ള എതിർപ്പോ പ്രകടിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഈ ബാനറുകൾ കെട്ടുന്ന കാര്യത്തിലടക്കം അഴിച്ചു മാറ്റിയ ബാനറുകൾ അതെല്ലാം പല സ്ഥലങ്ങളിലും, ഇപ്പോൾ കോഴിക്കോട് മുതൽ നമ്മൾ തിരുവനന്തപുരം വരെ പരിശോധിക്കുമ്പോൾ വീണ്ടും ബാനറുകൾ SFI കെട്ടുന്നുണ്ട്. മാത്രവുമല്ല, അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടുള്ള ചില എഴുത്തുകൾ, അത് ക്യാമ്പസിനുള്ളിലെ റോഡിലാകട്ടെ പുറത്താകട്ടെ ഒക്കെയും നമ്മൾ കാണുന്നതാണ്. അങ്ങനെയുള്ള വ്യക്തിപരമായി തന്നെ കളിയാക്കിക്കൊണ്ടുള്ള ചില എഴുത്തുകളും SFI നടത്തുന്നുണ്ട്. ആ തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SFI നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളതും. ഏതായിരുന്നാലും ഗവർണറും വിട്ടുവീഴ്ചയ്ക്കില്ല.